ഇന്ന് ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇങ്ങനെ വന്നേ. വെൽക്കം ടു മൈ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നു. പനിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം മാറി സുഖമായിട്ടിരിക്കുന്നു. അപ്പം രാവിലെ ആണെങ്കിൽ ഉച്ചക്കത്തേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഇന്നലെ എല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കുറച്ച് ക്ലീനിങ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു, ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. കുറേ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തു. അപ്പോൾ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അത് എന്തിനു വേണ്ടി ക്ലീൻ ചെയ്തൊക്കെ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പം ആ വീഡിയോയും മറക്കാതെ കാണുക. അപ്പം ഞാൻ വിചാരിച്ചത് വൈകുന്നേരം എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഷോർട്സിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ബേക്ക്ഡ് പാസ്ത. അപ്പം ഞങ്ങൾ നോർമലി പാസ്ത ഉണ്ടാക്കും, പക്ഷെ ബേക്ക്ഡ് പാസ്ത ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ചീസി ആയിട്ടൊക്കെ ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ബേക്ക്ഡ് പാസ്ത, എനിക്കിങ്ങനെ ചീസി ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നാൽ ബേക്ക്ഡ് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നോർമലി ഇവിടെ ചപ്പാത്തി, ഗ്രേവി അങ്ങനത്തെ കറികളാണ് നമ്മൾ കൂടുതലും വൈകുന്നേരം എടുക്കുന്നത്. ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളും വായോ, നമുക്ക് ചേർന്നുണ്ടാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഞാനൊരു 3 കപ്പ് പാസ്ത, ഇതാണെങ്കിൽ വീറ്റ് പാസ്തയാണ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചു. ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചപ്പോഴത്തേന് ഞാൻ പാസ്ത ഇട്ട് കൊടുത്തു. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു 10 to 15 മിനിറ്റ്സ് ആവും. അപ്പോൾ നമുക്ക് സൈഡിൽ തന്നെ വേറൊരു പാന് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് തന്നെ ഒരു വലിയ ഉള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി, ഒത്തിരി വഴലണ്ട. ഇതിലേക്ക് എല്ലില്ലാത്ത ഒരു 200 ഗ്രാമൊക്കെ കാണുമായിരിക്കും. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചിക്കൻ ബ്രസ്റ്റായിരുന്നു, അതും കൂടെ നമ്മളിതിൻ്റെ കൂടെ ഇട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് കുക്കാവും, കാരണം നമ്മൾ ചെറുതായിട്ടാണല്ലോ കട്ട് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ പാസ്തയും കൂടെ നോക്കണം. അത് നമുക്ക് ഇതൊന്ന് ആയി വരുമ്പോഴേക്കും നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് കുക്കായ പാസ്ത ഡ്രെയിൻ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 റെഡ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചേർക്കാം. എൻ്റെ കയ്യിൽ റെഡ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം എല്ലായിടത്തും. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒറിഗാനോ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒറിഗാനോ ആണ് എടുത്തത്. പിന്നെ പാസ്ത സീസണിങ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ അതും ചേർത്ത് കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ സീസണിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒറിഗാനോ ചേർത്ത് കൊടുത്താലും മതി. ഒറിഗാനോ മസ്റ്റാണ്, കാരണം അതാണ് ഇതിനൊരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യിക്കുന്നത്. അപ്പം ഇത് റെഡിയായി, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ 2 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1.5 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. ഈ സോസാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ, നല്ല ടേസ്റ്റായി സോസിന്. പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു നല്ല ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരണം. ഈ സോസിലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒറിഗാനോവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. എന്നിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ ഇതാക്കിയെടുക്കണം. ക്രീം റെഡി ആയതിനു ശേഷം നമുക്കിനി ഇത് അസംബിൾ ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാസ്ത ഒരുക്കി ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്രീം കുറച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം. പിന്നെ ക്രീം ഒഴിച്ച് റിപ്പീറ്റ് ചെയ്യാം.
നമുക്കിത് 2-3 ലെയറായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. എത്രത്തോളം നമ്മുടെ കയ്യിൽ ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച്. എനിക്കിപ്പോൾ ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളല്ലോ. അപ്പം ജസ്റ്റ് ഞാൻ ഒരു 2 ലെയർ പോലെയാണ് ചെയ്തേക്കുന്നത്. ഞാനിതിൻ്റെ ഇടയ്ക്കത്തെ ലെയറിലും ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. അപ്പം വീണ്ടും നമ്മൾ ഈ ക്രീം ഒഴിച്ചതിന് ശേഷം ചീസ് ഇട്ട് കൊടുക്കുക. അപ്പം ചീസ് വേണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് ഈ ഒരു സോസ് മാത്രം മതി. പിന്നെ ചീസും കൂടി ഇടുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് ഒരു ലുക്കും, അതിങ്ങനെ എടുക്കുമ്പോഴൊക്കെ ഒരു ലുക്കിന് വേണ്ടിയാണ് നമ്മൾ ചീസ് ഇടുന്നത്. അപ്പോൾ ഞാനിതൊരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തേ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. നോക്കിക്കേ, നല്ലൊരു ചീസിയായിട്ട് നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പറയാം, നമ്മളിപ്പോൾ വീട്ടിലെന്നും ഉണ്ടാക്കുമ്പോൾ ചീസൊന്നും വേണമെന്നില്ല. നമുക്ക് ഈ ക്രീം മാത്രം മതി. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ പാലും മൈദയൊക്കെ കാണുമല്ലോ. അപ്പോൾ ഈ ക്രീം മാത്രം മതി. കാരണം ഞങ്ങൾക്കാണെങ്കിൽ ക്രീം തന്നെ കഴിച്ചപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ആർക്കെങ്കിലും ഒരു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.